നമ്മുടെ സമൂഹം കൃത്യമായി പ്രവർത്തിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു ഘടകമാണ് ഗതാഗതം. ഒരു സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളുടെയും വികസനം, ആശയവിനിമയം, ഏകോപനം എന്നിവയിൽ ഗതാഗതത്തിന് വലിയ കൈയുണ്ട്. ഇത് മനുഷ്യരുടെയും ചരക്കുകളുടെയും ചലനം സാധ്യമാക്കുന്നു. അങ്ങനെ സാമൂഹിക പുരോഗതിയെയും സമ്പദ് വ്യവസ്ഥയെയും പിന്തുണയ്ക്കുന്നു. ജോലി, വിദ്യാഭ്യാസം, ഷോപ്പിംഗ്, സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിക്കൽ എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിലെ വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു. കൂടാതെ അസംസ്കൃത വസ്തുക്കളെ അവരുടെ സ്ഥാനങ്ങളിൽ നിന്നും ഉൽപാദന ഘട്ടങ്ങളിലേക്കും അന്തിമ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും എത്തിക്കുന്നതിൽ ചരക്കുകളുടെ ഗതാഗതം സുഗമമാക്കുന്നു. റോഡ് ഗതാഗതത്തിനായി വിവിധ തരത്തിലുള്ള വാഹനങ്ങളായ മോട്ടോർ സൈക്കിൾ, സ്കൂട്ടർ, കാർ, ട്രക്കുകൾ, ബസ്സുകൾ എന്നിവ നാം ഉപയോഗിക്കുന്നു. ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പല ബുദ്ധിമുട്ടുകളും വാഹനം ഓടിക്കുന്നവർ നേരിടേണ്ടി വരുന്നു. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കേൾക്കാം. റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം രൂപപ്പെടുന്ന കുഴികൾ, റോഡിലെ വെള്ളക്കെട്ട്, മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവരുടെ അശ്രദ്ധമായ ഡ്രൈവിങ്ങും ട്രാഫിക് ലംഘനവും ഇവ മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് നമുക്ക് കേൾക്കാം. നമസ്കാരം, എൻ്റെ പേര് സലീന. ഞാൻ മങ്ങാട് കണ്ടച്ചിറ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞാൻ ഏകദേശം 8 വർഷമായി വാഹനം ഓടിക്കുന്ന ആളാണ്. ഇതിൽ 2 വീലറും 4 വീലറും ഓടിക്കാറുണ്ട്. വാഹനം ഓടിച്ചു തുടങ്ങിയ ആദ്യകാലങ്ങളിൽ അധികം ബുദ്ധിമുട്ടില്ലാതെ നിരത്തിലൂടെ വാഹനം ഓടിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ വർദ്ധിച്ചു വരുന്ന നമ്മുടെ ഈ കേരളത്തിലെ റോഡ് വികസനവും വിസ്തൃതി ഉണ്ടാക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും എപ്പോഴും അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളും അതിൻ്റെ അശാസ്ത്രീയ നിർമ്മാണവും റോഡുകളുടെ സ്ഥിതി വളരെയധികം ശോചനീയമാക്കി. അതിൽ നിന്നുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് വളരെയധികം മണിക്കൂറുകളോളമാണ് നീണ്ടു നിൽക്കുന്നത്. റോഡിൽ എല്ലാവർക്കും തുല്യ അവകാശമാണുള്ളത്. അതുകൊണ്ട് തന്നെ പരസ്പര മര്യാദയ്ക്ക് മുൻഗണന കൊടുത്തുകൊണ്ട് മത്സരബുദ്ധിയും വാശിയും റോഡിൽ കാണിക്കാതെ എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ആദരപൂർവ്വം വഴിയൊരുക്കിയാൽ യാത്ര കുറച്ചുകൂടി എളുപ്പമാവും. പക്ഷേ ഒരു സ്ത്രീ യാത്രക്കാരിയായ എനിക്ക് ചില സമയങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ബസ്സുകളുടെ മത്സര ഓട്ടവും 2 വീലർ 3 വീലർ യാത്രക്കാരുടെ എവിടെ കൂടെ വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാമെന്ന ആത്മവിശ്വാസവും ഒരു വലിയ വെല്ലുവിളിയാണ്. നമ്മുടെ റോഡിലെ നിയമങ്ങൾ അതിശക്തമായി ഉണ്ടെങ്കിൽ തന്നെയും എല്ലാവരും അതനുസരിക്കുന്നില്ല. ഒരു അധ്യാപികയായ എനിക്ക് ഇതിനുള്ള അഭിപ്രായം, റോഡ് സുരക്ഷയെ പറ്റിയുള്ള അറിവുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പാഠ്യപദ്ധതിയിൽ ഒരു പ്രധാന വിഷയമായി ഉൾപ്പെടുത്തുകയും കുട്ടികളെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ ശീലിപ്പിക്കുകയും വേണമെന്നുള്ളതാണ്. ഓരോ വ്യക്തിയും കൃത്യമായ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് സ്വയം ഉറപ്പുവരുത്തിയാൽ റോഡിലെ എല്ലാവർക്കും കൃത്യമായി തന്നെ മുന്നോട്ട് പോകാവുന്നതാണ്. ഓരോ വാഹനത്തിനും വേഗതയുടെ തോത് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും അത് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ പോലും നമുക്കിന്ന് കഴിയുന്നില്ല. ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവരും അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നവർക്കും കൃത്യമായിട്ടുള്ള പിഴ ഈടാക്കുന്നതും അവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുകയും വേണം. മത്സരബുദ്ധിയും വാശിയും നമ്മൾ റോഡിലല്ല തീർക്കേണ്ടത്. എതിരെ വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ആദരപൂർവ്വം വഴിയൊരുക്കുക. റോഡ് നിയമങ്ങൾ നമ്മളെ ദ്രോഹിക്കാനല്ല, മറിച്ച് നമ്മളുടെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് നിയമങ്ങൾ എല്ലാവരും അനുഭാവപൂർവ്വം അനുസരിച്ചേ മതിയാവൂ. ഓർക്കുക, നമ്മുടെ ഓരോ ജീവനും വളരെ വിലപ്പെട്ടതാണ്. അത് നിയമങ്ങൾ പാലിക്കുകയും നമ്മുടെ റോഡിൽ സംയമനം പാലിക്കുകയും ചെയ്താൽ റോഡ് സുരക്ഷ എന്ന നമ്മുടെ സ്വപ്നം നമുക്ക് തീർച്ചയായും സാക്ഷാത്കരിക്കാനാകും. നല്ലൊരു നാളേക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് സാജനസ് കുമാർ. കൊല്ലമാണ് സ്വദേശം. എനിക്ക് യാത്രകൾ വളരെയധികം ഇഷ്ടമാണ്. പക്ഷേ ഈ കാലത്ത് നമുക്ക് യാത്രകൾ ചെയ്യുമ്പോൾ വളരെയധികം
ഭയം തോന്നുന്നൊരവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തെ കാര്യം നമ്മുടെ റോഡിലെ അവസ്ഥ, രണ്ടാമത്തത് പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥ മാറ്റങ്ങൾ. കാരണം പെട്ടെന്നൊരു മഴ ഉണ്ടായാൽ അന്ന് ദിവസം നമ്മുടെ യാത്രയ്ക്ക് വളരെയധികം തടസ്സമാകുന്നു. അതിനപ്പുറത്തേക്ക് ഉണ്ടാകുന്ന റോഡിലെ അവസ്ഥ, മഴയിൽ വെള്ളം നിറഞ്ഞു ഉണ്ടാകുന്ന കുഴികളും മറ്റും. അതിനപ്പുറത്തേക്ക് റോഡ് വികസന ഭാഗമായി റോഡുകളിൽ കുഴിച്ചും റോഡിനപ്പുറത്തേക്കുള്ള ചെറിയ ചെറിയ ബീമുകൾ കെട്ടിയും ഓടകൾ കെട്ടിയും നാലുവരി പാതകൾക്ക് വേണ്ടിയുള്ള വൻ മതിലുകൾ കെട്ടിയും നമുക്ക് റോഡിലെ അവസ്ഥകൾ വളരെയധികം ഭയാനകരമാക്കിയിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ കാലാവസ്ഥയുടെ മാറ്റങ്ങൾ. ഇന്ന് രാവിലെ നമ്മൾ വെയിലത്തുനിന്ന് ഇറങ്ങി പുറത്തോട്ട് പോകുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥ മാറ്റം, മഴയാണെങ്കിൽ നമ്മുടെ അവസ്ഥ പെട്ടുപോകും. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ മഴ മാറി പെട്ടെന്നൊരു വെയിൽ വരികയാണെങ്കിൽ അത് രൂക്ഷമായി മാറുകയും അത് സൂര്യാതാപം വരെ ഏൽക്കാനുള്ള കാരണങ്ങളാകുന്നു. ഇന്നത്തെ അവസ്ഥ നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളും ഈ മനുഷ്യൻ്റെ പ്രവൃത്തി മൂലമാണെന്ന് മാത്രം മനസ്സിലാക്കാം. പ്രകൃതിയിലെ ക്ഷോഭങ്ങൾക്ക് കാരണവും മനുഷ്യൻ്റെ ഓരോ നിഷ്കരമായ പ്രവൃത്തികളാണ്. മരങ്ങൾ വെച്ച് വളർത്തണമെന്ന് പറയുമ്പോൾ അത് വെച്ച് നശിപ്പിക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. കാലാവസ്ഥ മാറ്റം ഉണ്ടാക്കുന്നതിന് തടയാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ആരും ചിന്തിക്കുന്നില്ല. മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നാലുവരി പാതകളും എല്ലാം വികസനത്തിന് ഭാഗമാണ്. പക്ഷേ വികസനം ആവശ്യമാണെങ്കിൽ പോലും അത് നാടിനെ നശിപ്പിച്ചുകൊണ്ടാകുമ്പോൾ അത് വളരെയധികം ദോഷകരമായി ബാധിക്കുന്നു. യാത്രകളിൽ 2 വീലർ യാത്രകളാണ് ഏറ്റവും വലിയ ദുഷ്കരമാകുന്നത്. പ്രകൃതിക്ഷോഭങ്ങൾക്ക് മഴക്കാലത്തും നമുക്ക് 2 വീലറിലെ സഞ്ചാരം വളരെയധികം പ്രയാസകരമാണ്. ആ പ്രയാസകര സമയത്ത് നാം പാവപ്പെട്ടവൻ്റെ ഒരു ജീവിതമാർഗമാണെങ്കിൽ അവൻ ആ പ്രയാസവും തരണം ചെയ്തുകൊണ്ടുള്ള യാത്രകൾ സ്വീകരിക്കും. ആ സ്വീകരണത്തിൽ നാം കണ്ടെത്തുന്നത് അവൻ്റെ ജീവൻ തന്നെയാണ് നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. കാരണം റോഡിലെ കുഴികളിലും മറ്റും വീഴുന്ന നിരവധി ജീവനുകളാണ് പൊലിയുന്നത്. അവ നോക്കി നിൽക്കാൻ മാത്രമാണ് ഇന്നത്തെ സമൂഹത്തിന് കഴിയുന്നത്. അതിനൊരു മാറ്റം ഉണ്ടാക്കാനുള്ള പ്രയാസം നിക്ഷിപ്തമായി പോകുന്നതാണ് സമൂഹത്തിലെ ജനങ്ങളുടെ ശബ്ദം. സമൂഹത്തിന് വേണ്ടി പല വികസനങ്ങളും സർക്കാരുകളും മറ്റു ഭാഗങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റോഡിൻ്റെ അവസ്ഥയിൽ ഇന്ന് നന്നാക്കി പോകുന്ന റോഡുകൾ പക്ഷേ നാളെ അത് നശിച്ചു പോകുന്നൊരവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. വികസനത്തിൻ്റെ ഭാഗമായി വൻ വികസനങ്ങൾ നമുക്കിനി ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നതെങ്കിൽ പോലും ആ വികസനങ്ങൾ എന്നും തുടർന്ന് നിൽക്കണമെന്നും ടൂറിസം മറ്റു മേഖലകളിലും ഈ യാത്രകളിലുമെല്ലാം ആ ഒരു വികസനത്തിൻ്റെ ഭാഗം കൊണ്ടുവരാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഒരു ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ഈ 2 വീലർ യാത്രകൾക്ക് ഇനി ആവശ്യമായ രീതിയിലുള്ള സൗകര്യം റോഡുകളിൽ ഇല്ലെന്നുള്ളൊരവസ്ഥയാണ്. കാരണം പെട്ടെന്നുണ്ടാകുന്ന ചെറിയ കുഴികൾ പോലും അത് നികത്താനോ അല്ലെങ്കിൽ അവയ്ക്ക് നിയന്ത്രണമായൊരു ബോർഡ് വയ്ക്കാനോ ഇന്നത്തെ ആരും മുമ്പോട്ട് വരുന്നില്ല. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ ഒരു വിഷയത്തെ എടുത്തു കാണിച്ചുകൊണ്ട് അതൊരു കുറ്റമാണെന്ന് പറയുന്നത്. അല്ലാതെ അത് തിരുത്താനോ അതിന് മുമ്പ് അതിനെ പരിഹാരം കണ്ടെത്താനോ ആരും ശ്രമിക്കുന്നില്ല. കാരണം 1 ജീവനോ 2 ജീവനോ പൊലിയുമ്പോഴാണ് റോഡിലെ ഈ കുഴികളും മറ്റും അടയ്ക്കാൻ പോലും ഉള്ള ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ സർക്കാരിനെതിരെ കുറ്റം പറയുക അല്ലെങ്കിൽ പോലും, കാരണം പല വികസനങ്ങളും ചെയ്യുന്നെങ്കിലും നമുക്കിപ്പോൾ കണ്ടെത്താൻ കഴിയുന്നതിൽ പല ജീവനുകൾക്കും ഇപ്പോൾ ജീവൻ പൊലിയാൻ കാരണം ഈ റോഡിലെ ഈ അവസ്ഥകൾ തന്നെയാണ്. 4 വരി വികസനം ഉണ്ടാക്കുന്ന ഈ സർക്കാരിനെ നമുക്ക് വിമർശിക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം വെച്ചാൽ അത് ആവശ്യമുള്ളതാണ് ഈ സമൂഹത്തിൽ. കാരണം യാത്രയുടെ സമയം ലാഭം ഉണ്ടാക്കാനും മറ്റും നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും. പക്ഷേ ആ സമയത്ത് മറ്റുള്ളവരുടെ ജീവിതമാർഗത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗം അവർ പ്രയാസമാണ്. എങ്കിൽ പോലും നമുക്ക് 2 വീലർ യാത്രകൾ വളരെയധികം ദുഷ്കരമായ രീതികളിൽ ചെറു റോഡുകൾ നമുക്കിന്ന് ഉണ്ടാകുന്നുണ്ട്. കാരണം എൻ്റെ സ്വദേശം കൊല്ലമാണ്. കൊല്ലത്ത് ഞാൻ പല റോഡുകളിൽ, കാരണം കൊല്ലം ടു തങ്കശ്ശേരി റോഡ്, തങ്കശ്ശേരിയിൽ കടപ്പുറം ബീച്ച് റോഡാണെങ്കിൽ ഒട്ടും കാരണം യാത്രായോഗ്യമല്ല. ഒരു വണ്ടിക്ക് കുഴി വീഴാതെ പോകാൻ യാതൊരു വിധത്തിലുള്ളൊരു മാർഗവും ആ റോഡിലില്ല. ആ ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. അതുപോലെ നിരവധി റോഡുകൾ എടുത്തു പറഞ്ഞാൽ ഇപ്പോൾ ഈ റോഡുകളുടെ പേരുകൾ മാത്രമാകും അതിനെക്കാട്ടി നല്ലത് റോഡുകൾ എന്ന് തന്നെ എടുത്തു പറയണം. കാരണം NH റോഡുകളും മറ്റുമല്ല നിയന്ത്രണമായ രീതിയിൽ ചെയ്യുമ്പോഴും സാധാരണക്കാരൻ്റെ ജീവിതമാർഗമായ റോഡുകൾക്ക് യാതൊരു വിധത്തിലുള്ള സംരക്ഷണവും ഇല്ല. അവൻ്റെ ജീവന് പോലും യാതൊരു സംരക്ഷണവും ഇല്ലാത്ത രീതി അവസ്ഥയാണ്. പക്ഷേ നമ്മളൊരു ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാൽ പിടിക്കാൻ പോലീസുകൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ, പക്ഷേ റോഡ് പണി നൽകുന്നവർക്കെതിരെ നമ്മൾ എന്ത് ചെയ്യാനാണ്? റോഡുകളിൽ നമുക്ക് സന്തോഷകരമായും ആനന്ദകരമായുള്ള യാത്രകൾ സുഗമമാകുമെന്നുള്ള ശുഭ പ്രതീക്ഷയോടെയാണ് നാം മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഒരു കാലം നമുക്കുണ്ടാകട്ടെ. നാട് എന്നും നല്ലതിന് മാത്രമായി വികസനം ഉണ്ടാകട്ടെ. റോഡുകളിലുള്ള ജീവൻ പൊലിയുന്നത് അവസാനിക്കട്ടെ. ഉപജീവനത്തിനായി വാഹനം ഓടിക്കുന്ന ഒരു വിഭാഗം തൊഴിലാളികൾക്ക് സ്ഥിരമായ ഓട്ടം ലഭിക്കാത്ത അവസ്ഥയാണ്. അവരുടെ വരുമാനം കുറവാണ്. എന്നാൽ അവരുടെ ചിലവുകൾക്കും മറ്റ് തിരിച്ചടവുകൾക്കും ഒരു കുറവും കാണുന്നില്ല. പേര് മുജീബ്.
കൊല്ലം വർക്കലിൽ നമ്മൾ ട്രാൻസ്പോർട്ടിങ് ഈസ് വണ്ടി ഓടുന്നു. ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഫീൽഡിൽ നമ്മൾ വളരെ സക്സസ്ഫുൾ അല്ല ഇപ്പം ഈ ഫീൽഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വണ്ടി അത്ര സക്സസ്ഫുൾ അല്ലെന്ന് പറയാൻ കാരണം ഈ പാസഞ്ചർ ഓട്ടോസില്ലേ, അവിടെ പാസഞ്ചേഴ്സിനെ അല്ല വണ്ടി കയറ്റുന്നത്, അവർ ലോഡടിക്കുകയാണ് ചെയ്യുന്നത് കംപ്ലീറ്റ്. ഇത് വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഞങ്ങൾ ഒരുപാട് തവണ സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അവർ ഇതിനൊന്നും ശക്തമായ ഒരു തീരുമാനങ്ങളോ ഇത് ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയോ കൈക്കൊണ്ടിട്ടില്ല. ഒരു തവണ ഇവിടെ ഓൺ സ്പോട്ടിൽ വന്ന് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഡയറക്റ്റ് അദ്ദേഹത്തിന് സംസാരിച്ചു, ഇതുപോലെ സാറേ നമ്മളെ ഓട്ടമൊന്നുമില്ല, വണ്ടി കൊണ്ടിട്ടാൽ വളരെ പരിതാപകരമാണ്, വണ്ടി ഓട്ടമൊന്നുമില്ല, ഇതുപോലൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഈ പാസഞ്ചേഴ്സ് ഓട്ടോ വണ്ടിയുടെ മുകളിൽ ക്യാരിയർ സെറ്റ് ചെയ്ത് വെച്ച് ലോഡ് ഉള്ളത് ഒരു പാസഞ്ചർ ഓട്ടോയ്ക്കകത്ത് 20 ചാക്ക് ഉൾപ്പെടെ ഡീസൽ ഓട്ടോ ഇല്ലേ പാസഞ്ചർ ഓട്ടോ, അതിനകത്ത് 20 ചാക്ക് വരെ കയറ്റിക്കൊണ്ട് പോകണം ലോഡടിക്കുന്നു. ഇത് കാരണം നമ്മൾ ആരും വിളിക്കുന്നില്ല, ഓട്ടം വിളിക്കുന്നില്ല. എന്നാൽ തന്നെ അവർ വിളിക്കുന്ന വാടക നമ്മൾ വാങ്ങിക്കുന്ന വാടകയ്ക്ക് തുല്യമായ വാടക തന്നെയാണ് വാങ്ങിക്കുന്നത്. അത് വളരെ ബുദ്ധിമുട്ടിലാണ് സത്യം പറയാൻ. അപ്പോൾ അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം ഉണ്ടാകും. മെയിനായിട്ട് ഓണേഴ്സ് വണ്ടി ഇതാണ് ചെയ്യുന്നത്, ഇനോവ അതുപോലുള്ള വണ്ടികളും അവർ അതിലും ലോഡ് ചെയ്യുന്നുണ്ട്. കാര്യം അവരും വണ്ടികളൊന്നും വിളിക്കുന്നില്ല, അവർ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. ഇത് സാധാരണ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോ ഇല്ലാതെ കിടക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും, 2 ആൾക്കാരെ ഇതിൽ വെച്ച് കയറ്റി എന്തെങ്കിലും കൂടുതൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും വലിയ പേയ്മെൻറ്റാണ് പെറ്റിയായിട്ട് അടിക്കുന്നത്. നമ്മൾ പറയുന്നത് കേൾക്കാൻ അവർ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ ഇതുപോലുള്ള കേസുകൾ അവർ പിടിച്ചിരുന്നെങ്കിൽ, പക്ഷേ ഒരു പക്ഷേ 1-2 കേസ് അവർ പിടിക്കുന്നുണ്ടാവും. ഇതിന് ശക്തമായ ഒരു തീരുമാനം ഉണ്ടായാൽ വളരെ ഗുണകരമായിരിക്കും. പിന്നെ ഈ നമ്മൾ ഡയറക്റ്റ് ഇതിനെ ഇറങ്ങി തിരിച്ചാൽ നമ്മൾ നിയമം നമ്മൾ കയ്യിലെടുക്കുന്നു എന്നും പറഞ്ഞ് ഇഷ്യൂസ് ആവും, പ്രശ്നങ്ങളാവും. അപ്പോൾ ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ കറക്റ്റായ തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിൽ നമുക്ക് പോയി സംസാരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ കുറേ കടകളിലെ ഈ പാസഞ്ചേഴ്സ് ഓട്ടോ സാധനം കയറ്റാൻ ചെല്ലുന്നത്, അപ്പോൾ അവിടെ ഉള്ള ഈ ലോഡിങ് ടീമുകൾ ഇവർക്ക് സപ്പോർട്ടീവായിരിക്കും. അപ്പോൾ ഈ നമുക്കറിയാവുന്ന വ്യക്തികളായിരിക്കും ഇത് ചെല്ലുന്നത്, നമുക്കും അവരെ അറിയാം. അപ്പോൾ ഈ ഡയറക്റ്റ് അവരെടുത്ത് നമുക്ക് ഇത് ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ അവർ ആ സമയത്ത് എന്തെങ്കിലും പറയും, നമ്മളങ്ങോട്ട് എന്തെങ്കിലും പറയേണ്ടി വരും. അത് വലിയ ഇഷ്യൂസ് ചില അവസാനിക്കും, അടിയാവത്തുള്ളൂ. ഇതൊക്കെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഉദ്യോഗസ്ഥന്മാർ ഇതുപോലെ ശക്തമായ തീരുമാനങ്ങൾ കൈക്കൊണ്ടെങ്കിൽ മുമ്പോട്ട് കാര്യങ്ങൾ പോകും. ചെറിയ വെട്ടിനകത്തുകൾ വലിയ വണ്ടികളുടെ ലോഡാണ് എടുക്കുന്നത്, താങ്ങാൻ പറ്റാത്ത ലോഡ് അവരെടുക്കും, അവരെ ഇതുപോലെ പെറ്റിയടിക്കും. ചെറിയ വെട്ടി ഓട്ടോസ് വലിയ വണ്ടി കൂടുന്ന ലോഡ് എടുത്തുകൊണ്ട് അവരോടും. ഇതുപോലെ അപ്പോഴും നമ്മളിവിടെ കടന്നു പോവുകയാണ് ഈ ഇച്ചിരി വലിയ വണ്ടികൾ. ലോകത്തുള്ള എനിക്കൊന്ന് ലോകം പറയേണ്ടി വരും, ഓൾ വേൾഡിൽ ആരും ഇഷ്ടപ്പെടുന്നില്ല ക്ഷേമനിധി. ടാക്സ് ഒക്കെ റോഡ് ടാക്സ് നമുക്ക് കൊടുക്കേണ്ടതാണ് വണ്ടി ഓടണമെങ്കിൽ. ക്ഷേമനിധി എന്ന് പറയുന്നതുണ്ട്, ക്ഷേമനിധി എടുത്താലേ റോഡ് ടാക്സ് തരും. ഇപ്പോൾ അത് നിർത്തി വെച്ചിരിക്കുക. ഈ മുഖ്യമന്ത്രി എങ്ങാണ്ട് അതിൽ നിന്നും ക്ഷേമനിധിയിൽ നിന്ന് പണം എടുത്ത് ദുരുപയോഗം ചെയ്തെന്ന് പറഞ്ഞാൽ അത് ബ്ലോക്ക് ചെയ്ത് നിർത്തിരിക്കാം. 2 വർഷത്തെ അണയ്ക്കുന്നില്ല, പക്ഷെ അത് വീണ്ടും വരും, അത് ഡബിളായിട്ട് അവർ നമ്മളെടുത്ത് പിടിക്കും. റോഡ് ടാക്സ് 3000 സംതിങ് ആണെങ്കിൽ ക്ഷേമനിധിയും അതേ പേയ്മെൻറ്റ് നമ്മൾ കൊടുക്കണം. നമുക്കതിൻ്റെ ആവശ്യമില്ല. എന്തിനും നിർബന്ധിച്ച് ഒരു വ്യക്തിയെ കൊണ്ട് ക്ഷേമനിധി എടുപ്പിക്കണം? ആവശ്യമുള്ളവർ ക്ഷേമനിധി എടുക്കട്ടെ. ഇത് നിർബന്ധപൂർവ്വം ഇത് എടുത്താലേ നിങ്ങൾക്ക് റോഡ് ടാക്സ് തരൂ എന്ന കണ്ടീഷനാണ് ഗവൺമെൻറ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ നിബന്ധനകൾ കൊണ്ടുവരുമ്പം ഈ പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യണ്ടേ? നമുക്ക് അതിലുള്ള ഓട്ടങ്ങൾ കിട്ടണ്ടേ? നമ്മൾ വണ്ടി ഓടണ്ടേ? രാവിലെ കൊണ്ടിട്ടിപ്പോൾ 12 മണിയാകുമ്പോൾ ഇതുവരെ വണ്ടി ചലിച്ചിട്ടില്ല. ഇത് ഗവൺമെൻറ് നിർത്തുക, ഞങ്ങൾക്ക് ക്ഷേമനിധി വേണ്ട. ഈ ഫീൽഡിൽ നിൽക്കുന്ന ആവശ്യക്കാർ എടുക്കേണ്ട ക്ഷേമനിധി, വേണ്ടാത്തവർക്ക് എന്തിനു കൊടുക്കണം? സത്യം പറഞ്ഞാൽ ആരും ഇഷ്ടപ്പെടുന്നില്ല ഈ ക്ഷേമനിധി അടയ്ക്കാൻ, തൽപരകക്ഷികളല്ല. ആരോട് ചോദിച്ചാലും ഈ റിപ്ലൈ തന്നെ കിട്ടും. റോഡിന്റെ വികസനമില്ലായ്മ, മറ്റ് യാത്രക്കാരിൽ നിന്നുള്ള ട്രാഫിക് നിയമലംഘനം തുടങ്ങി പല തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും മറികടന്ന് മുന്നോട്ട് പോകേണ്ടി വരുന്നവരാണ് ട്രക്ക് ഡ്രൈവർമാർ. ഇതിനെപ്പറ്റി സംസാരിക്കുന്നു. എൻ്റെ പേര് രാജ്കുമാർ എന്നാണ്. ഞാൻ 81 ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആളാണ്. ഇപ്പം 45 വർഷമായി. വാഹനം ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ക്ഷമയോടെ വാഹനം ഓടിക്കുന്നു. എൻ്റെ വണ്ടി ഐച്ചർ വണ്ടിയാണ്.
നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവർമാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ റോഡിലെ കുണ്ടും കുഴികളും കാരണം ഒരു സുഗമമായിട്ടൊരു വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ റോഡ് വികസനമില്ല. എപ്പോഴും 4-5 വണ്ടികൾ വരിവരിയായിട്ട് വരികയാണ്. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ തന്നെ ചിലപ്പം കിലോമീറ്ററുകളും 10-12 കിലോമീറ്റർ ഓടിയാൽ ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് കാവനാട് നമുക്ക് കൊറ്റയം പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ വണ്ടിയിലും പുറകിലൂടെ മാത്രമേ നമുക്ക് ഓടിക്കാൻ പറ്റൂ. റോഡിന് വീതിയില്ലാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം. പിന്നുള്ള പ്രശ്നങ്ങളൊന്നും അത് റോഡിലെ കുണ്ടും കുഴികളും. അതേപോലത്തെ PWD ആയാലും ആ റോഡിൻ്റെ ഭാഗം നോക്കുന്ന ഏത് വിഭാഗക്കാരായാലും അന്നേരം കുഴികൾ അന്നേരം മൂടുകയും അത് ഭംഗിയാക്കി യാത്ര ചെയ്യാൻ അനുവാദം നൽകുകയും ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ ഈ അടുത്ത സമയത്ത് പഴയ പാലാണ് SP ഓഫീസിനടുത്തുള്ള പാലം. ആ പാലം കയറി ഉള്ള സമയം മുതൽ ഇറങ്ങുന്ന സമയം വരെ കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. ഈ കുണ്ടും കുഴിയായിട്ട് കിടക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കിടന്ന് നമ്മളെ വാഹനം ഓടുകയാണെങ്കിൽ നമ്മൾ ബെയറിങ്ങുകൾ വണ്ടിയുടെ പാർട്സുകൾക്കൊക്കെ കംപ്ലൈൻറ്റ് വരും. പിന്നെ നമ്മളെ വാഹനം എന്ന് പറഞ്ഞാൽ ഒരു 6 ടൺ ലോഡ് കയറ്റുന്ന വാഹനമാണ്. നമുക്ക് 7 ടൺ ലോഡ് വന്നാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. 5 ടൺ വരെ വന്നാലേ നമുക്ക് പോകാൻ പറ്റും. ചെറിയ വാഹനങ്ങളെല്ലാം ഇറങ്ങി റോഡിൻ്റെ വികസനം ഇല്ലായ്മ കാരണം റോഡിൽ മൊത്തം കുണ്ടും കുഴിയാണ്. ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ പറ്റരുത്. ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലെ കണക്ക് പിഴ അടിക്കാൻ സർക്കാരും പോലീസിനും ഭയങ്കര ഭംഗിയാണ്. അതേസമയം ഗൾഫ് രാജ്യങ്ങളിലെ കണക്ക് 1 സൈഡ് റോഡ് ഉണ്ടാക്കാൻ ഇവിടുത്തെ സർക്കാരിനെ കൊണ്ടോ NMLA കൊണ്ടോ നടക്കുന്നില്ല. പിന്നെ ഞങ്ങളെ വാഹനങ്ങളെ സംബന്ധിച്ച് ഒരു 1000 രൂപയ്ക്ക് ഓടുകയാണെങ്കിൽ 900 രൂപയും സർക്കാരിനാണ് അതിന് നികുതി ഇനത്തിന് അടച്ചുകൊണ്ടിരിക്കുന്നത്. റോഡ് ടാക്സ്, ഗ്രീൻ ടാക്സ്, ടയർ എടുക്കുമ്പോൾ അതിൻ്റെ GST, ഡീസൽ അടിക്കുമ്പോഴുള്ള GST, പിന്നെ ലൈസൻസ് പുതുക്കേണ്ട, അതൊക്കെ ന്യായമായ കാര്യങ്ങളാണ്. പക്ഷേ എന്നാൽ പോലും വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് 1000 രൂപ ഓടിയാൽ 100 രൂപ മിച്ചം വരുന്നു. വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുമാണ്. ഇതിനു വേണ്ടി ഞങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും ഈ ഡീസൽ വിലയെങ്കിലും കുറച്ച് തരിക. പിന്നെ ഞങ്ങളെ മക്കളെയൊക്കെ വളർത്തണം. ഞങ്ങൾക്ക് ഇപ്പോഴേ 45 വർഷം ജോലി ചെയ്തിട്ടും വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ല. പിന്നെ മറ്റൊരാളെ മുമ്പേ കൈ നീട്ടുന്നല്ലോ എന്ന് വിചാരിച്ച് ഈ പ്രസ്ഥാനമായിട്ട് ഇങ്ങനെ പോവുകയാണ്. ഇപ്പം തന്നെ ഒരു 2 വർഷം കൊണ്ട് ഓട്ടം വളരെ മോശമാണ്. ഇപ്പം തന്നെ ഓട്ടോ ഓടിയിട്ട് 20 ദിവസം കഴിഞ്ഞു. 1000 രൂപയുടെ ഒരു ഓട്ടോ ഓടിയിട്ട് 20 ദിവസം കഴിഞ്ഞു. അത്ര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? പിന്നെ വാഹനം പൊളിക്കുക എന്നുള്ളൊരു സംവിധാനം സർക്കാർ നേരത്തെ പറഞ്ഞാൽ അത് ചില ഭേദഗതിയൊക്കെ സർക്കാർ വരുത്തിയിട്ടുണ്ട്. ഈ ചരക്ക് വാഹനങ്ങളൊക്കെ ചെറുതായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അതൊക്കെ നല്ല കാര്യമല്ല. വാഹനങ്ങൾ കൂടുന്നതനുസരിച്ച് റോഡിന് വികസനം വരണം. റോഡിലുള്ള സൈഡുകളിൽ കൊച്ചു വാഹനങ്ങളിൽ കൊണ്ടുവന്ന് 5 കിലോ തക്കാളി 100 രൂപ, മറ്റ് ചെറിയ സാധനങ്ങൾ ഓറഞ്ച് വെക്കുക, ഇങ്ങനെയുള്ള സാധനങ്ങൾ. റോഡെന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കുന്നതിനുള്ളതാണ്. പിന്നെ പരമാവധി എവിടെയും പാർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരിക്കലും ഒരു സ്ഥലത്തും പാർക്കിംഗ് മേഖലയില്ല. പാർക്കിംഗ് മേഖലയില്ലെന്നല്ല, പാർക്ക് ചെയ്ത് ഒരു ഫോൺ വന്നാൽ സംസാരിക്കാനുള്ള സാഹചര്യം. റോഡിൻ്റെ 2 സൈഡിൽ ചെറിയ ചെറിയ വാഹനങ്ങളിൽ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ഈ കൊല്ലം കുണ്ട്ര റൂട്ടിൽ തന്നെ നോക്കുമ്പോൾ അറിയാം റോഡിൻ്റെ ബുദ്ധിമുട്ട്. അതിനാലൊക്കെ കാവനാട് തൊട്ട് കൊട്ടയം വരെയുള്ള ഭാഗങ്ങളിൽ ഈ ചെറു കച്ചവടക്കാരുടെ ശല്യം കാരണം വാഹനങ്ങൾ ഞങ്ങൾക്കൊന്ന് ഒതുക്കി നിർത്തി ഫോൺ സംസാരിക്കാനുള്ള സാഹചര്യം പോലും ഇല്ല. വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ഞങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിയമം ഒരു ഇതാണ്, ഞങ്ങൾ ചെയ്യത്തുമില്ല. ഇത്രയും സമാധാന ക്ഷമയായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. ഇപ്പം പുതിയ തലമുറയുടെ ആൾക്കാരുടെ വാഹനം ഓടിപ്പതെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഭയപ്പെടുത്തുന്ന രീതിയിലാണ് വാഹനം ഓടിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ ABCD അറിയില്ല. വാഹനം എങ്ങനെ ഓടിക്കണം, വാഹനം എങ്ങനെ ഓടിച്ചാൽ അപകടം ഉണ്ടാകാതിരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. അത് കണക്ക് ഈ RT ഓഫീസിൽ പുതിയതായിട്ട് ലൈസൻസ് കൊടുക്കുന്ന സമയത്ത് ഒരു 6 മാസമെങ്കിലും ഈ ലൈസൻസ് എടുക്കുന്നവർക്ക് വേണ്ടി സമാധാന ക്ഷമയോടെ വണ്ടി ഓടിക്കാനും ആരുമായിട്ട് വഴക്കുണ്ടാക്കാതിരിക്കാനും ചീത്തവിളിയുടെ സംഭവം ഒഴിവാക്കാനും എല്ലാ വാഹനങ്ങളും എല്ലാ ഡ്രൈവർ ലൈസൻസ് എടുക്കുന്നവർക്കും ഒരു ഉപദേശം കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പ്രൈവറ്റ് ബസ് എന്ന് പറഞ്ഞാൽ അവർ ഒരു വണ്ടി നിർത്തി ആളിനെ ഇറക്കുന്ന സമയത്ത് അതിനോട് ചേർന്നതിനായിരിക്കും അടുത്ത വണ്ടി ഓപ്പോസിറ്റ് സൈഡിലും കൊണ്ട് നിർത്തുന്നത്. ഒരു ബൈക്ക് ഓരോ കടന്നു പോകാൻ ഉള്ള സാഹചര്യമില്ല. ഒന്നാമത്തെ കാര്യം ബസ് ഡേ ഇല്ല. ഈ ചവറ തൊട്ട് കൊട്ടിയം വരെ
പ്രൈവറ്റ് ബസ് ഓടുന്നതിന് ബസ് ബേ അത്യാവശ്യ ഘടകമാണ്. എന്നാലേ നേരെ പോകുന്ന വാഹനങ്ങൾക്ക് ഓടി പോകാൻ പറ്റും. അതേ മറ്റ് കൊല്ലത്ത് കൊണ്ടുവരാൻ പോകുന്ന റൂട്ടിൽ ബസ് ബേ എന്ന് പറയുന്ന സാധനമില്ല. ഓരിടത്തും അത് അത്യാവശ്യ കാര്യമാണ്. ഞങ്ങൾ രാത്രിയെന്നോ പകലെന്നോ ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ സമാധാനക്ഷമയോടെ ഓടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വളരെ നല്ല ഒരു ഡ്രൈവിങ് ഓടിക്കാനാണ് ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമാധാനമായിട്ടാണ് പോകുന്നത്. ഇവിടുന്ന് തിരുവനന്തപുരത്ത് കാറൊക്കെ 1.5 മണിക്കൂർ കൊണ്ട് പോകുന്നത് ഞങ്ങൾ പോകും 3 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. വാഹനങ്ങൾ തേർഡ് പാർട്ടി ഇൻഷുറൻസിന് ഞങ്ങളുടെ വാഹനത്തെ സംബന്ധിച്ച് ഒരു വർഷത്തേക്ക് 32,000 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അത് പകുതിയാക്കിയെങ്കിലും കുറച്ചാൽ ഈ അപകടമില്ലാതെ വണ്ടി ഓടിക്കുന്നതൊക്കെ സമാധാനമായിട്ട്. തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഞങ്ങൾക്ക് ഓൺ ഡാമേജ് കിട്ടുന്ന വാഹനമല്ല, ഓൺ ഡാമേജ് ഇത് കിട്ടത്തില്ല. അതുകൊണ്ട് അതിന് നേരെ പകുതിയാക്കി ഓൺ ഡാമേജ് മേടിക്കുന്ന വാഹനങ്ങളെ ഇതിൻ്റെ ഇരട്ടിയാക്കിയാലും കുഴപ്പമില്ല. കോടിക്കണക്കിന് രൂപയുടെ വാഹനങ്ങൾ കാറുകൾ, വിലയുള്ള കാറുകൾ ഇറങ്ങുന്നുണ്ട്. അതിൻ്റെയൊക്കെ ലൈറ്റുകളുടെ പവർ ഹൈ പവറാണ്. നമുക്ക് ആ ലൈറ്റ് നമ്മൾ മുഖത്തടിച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന വാഹനത്തെ കാണാൻ പറ്റുന്നത്. ആ സൈസ് വാഹനങ്ങൾക്ക് പരമാവധി പിഴയടിച്ചു കൊടുത്താൽ ഏറ്റവും ഗുണകരമായൊരു യാത്രയായിരിക്കും ഉണ്ടാകുന്നത്. ആ ലൈറ്റ് എൻ്റെ മുഖത്തടിച്ചാൽ എൻ്റെ കുടുംബമാണ് ഇല്ലാതാകുന്നത്. അത് സർക്കാർ 100% ഉത്തരവാദിത്തത്തോടുകൂടി സംയമനം പാലിപ്പിച്ച് നടപടിയെടുക്കേണ്ട കാരണമാണ്. റോഡുകളുടെ കൊണ്ടും കുഴിയും ഒരാഴ്ചയ്ക്കകത്തൊരു കുഴി വന്നാൽ മൂടാനുള്ള സംവിധാനങ്ങൾ PWD ഉദ്യോഗസ്ഥർ ചെയ്യണം. അതിനാൽ ജനങ്ങൾ നമ്മൾ ടാക്സ് നികുതി മേടിച്ചിട്ടാണല്ലോ അവർ ജോലി ചെയ്യുന്നത്. ആ ജോലി ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്നില്ല, അത് 100% തെറ്റായ കാര്യമാണ്. ഇപ്പോഴത്തെ കാലഘട്ടം അനുസരിച്ച് ഈ വാഹനങ്ങൾ റോഡിൽ നിരത്തിയിട്ടാൽ റോഡ് തികയത്തില്ല. ആ രീതിയിലുള്ള വാഹനപ്പെരുപ്പാണ്. അപ്പോൾ ആ രീതിയിലുള്ള സംവിധാനം അത് റോഡില്ലാത്ത മുഖ്യമായ കാര്യമല്ല. റോഡ് വികസനം അത്യാവശ്യ കാര്യമാണ്. അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാനായുള്ള നിരന്തരമായ ഓട്ടത്തിലാണ് ആംബുലൻസ് ഡ്രൈവർമാർ. ഇവരും ധാരാളം പ്രശ്നങ്ങൾ നേരിടുന്നു. ഞാൻ ആംബുലൻസിൻ്റെ ഡ്രൈവറാണ്. പേര് അശോക്. കൊല്ലത്ത് വർഷങ്ങളായിട്ട് 32 വർഷത്തോളം കടന്ന് വണ്ടി ഓടുകയാണ്. ഇന്ന് വരെയും ഈ ആംബുലൻസ് ഡ്രൈവർമാർക്ക് യാതൊരുവിധ സഹായങ്ങളോ മറ്റൊന്നും ആരിൽ നിന്നും കിട്ടാറില്ല. എല്ലാ രായും പകലും കടന്ന് കഷ്ടപ്പെടുന്ന ഡ്രൈവർമാർക്ക് ഒരു ആനുകൂല്യങ്ങളും ഇത്രയും കാലമായിട്ട് കിട്ടിയിട്ടില്ല. മിക്കവരൊക്കെ വഴി ഇതൊക്കെ ആക്സിഡൻ്റ് എടുത്തുകൊണ്ട് പോയി ഇതൊക്കെ ചെയ്താൽ പോലും ഈ വാടക പോലും കിട്ടുന്നില്ല. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ രോഗിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ഒരു എമർജൻസി ആയിട്ട് രോഗിയെ കിട്ടിക്കഴിഞ്ഞാൽ ആ രോഗിയെ എത്രയും പെട്ടെന്ന് കൊണ്ടെത്തിക്കുക. നമ്മൾ ജീവൻ പണയം വെച്ചാൽ പോകുന്നത്. ഒരു രോഗിക്ക് വേണ്ടി വണ്ടിയിൽ 3-4 പേര് കാണും, ഡ്രൈവറും കാണും. ആഴ്ചകളിൽ ഉണ്ടായി നമ്മളെ ഡിസ്ട്രിക്റ്റിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഓടിയ ഒരു പയ്യനൊക്കെ ഇപ്പോഴും നടുവ് തമിഴ്ന്ന് കളിക്കുക. വണ്ടി ഓരോ കേസ് കൊണ്ടുപോയി ആക്സിഡൻ്റ് ഉണ്ടായി കല്ലമ്പലത്ത് വെച്ച്. ഇപ്പോഴും ആ പയ്യനും ഒരു സഹായം ഇന്നേരം കിട്ടിയിട്ട് അങ്ങനെയൊക്കെ ഒത്തിരി സംഭവങ്ങളുണ്ട്. എൻ്റെ വാഹനത്തിനാണെങ്കിൽ ഈ ഇൻഷുറൻസ്, ടാക്സി ഇതെല്ലാം അടയ്ക്കുകയും ചെയ്യണം. എന്നാൽ ഇതിനൊന്നൊരു കുറവുമില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. എല്ലാ ഡ്രൈവർമാരും വളരെ കഷ്ടപ്പെട്ട ജീവിക്കാൻ വേണ്ടിയാണ് ഈ വേറെ ഒരു തൊഴിൽ കിട്ടാത്തതുകൊണ്ടാണ് ഇതിലൊക്കെ ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ ഇന്ന് വരെ യാതൊരുവിധ നേട്ടങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല, മറ്റൊരു ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. വളരെ കഷ്ടപ്പെട്ടുള്ള ജീവിതമാണ്. മിക്ക ഡ്രൈവർമാരെല്ലാം സ്വന്തമായിട്ട് പോലും വീടില്ലാത്തവരുണ്ട്, പിന്നെ വാടകയ്ക്ക് താമസിക്കുന്നവരും, അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വാഹനങ്ങളുടെ ഉപയോഗം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഇത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ റോഡ് അപകടങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്യുന്നു. ഇവ തടയാൻ റോഡുകളുടെ സ്ഥിതി മെച്ചപ്പെടുത്തുകയും ഗതാഗത നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പാക്കുകയും വേണം. കൂടാതെ ഉപജീവന മാർഗത്തിനായി പലരും വിവിധ തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കുന്നു. എങ്കിലും അവർ പ്രതീക്ഷിക്കുന്ന വേതനമോ ആനുകൂല്യങ്ങളോ ലഭ്യമാകുന്നില്ല. ഗതാഗതത്തിൻ്റെയും അതിൻ്റെ അനുബന്ധ മേഖലകളിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് സാമ്പത്തിക വളർച്ചയും സാമൂഹിക പുരോഗതിയുമായി ഇഴചേർന്നിരിക്കുന്ന ഒരു വിഷയമാണ്.